ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ സാൻഡൽസ് ഹോളാണ് ചെയ്യുന്നത്. പാർട്ടി വെയറും അല്ലാതെ കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സാൻഡൽസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തന്നെ ഞാൻ അജിയോന്ന് വാങ്ങിയ എംബലിഷ്ഡ് ചങ്കി ഹീൽഡ് സാൻഡൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ലെമൺ ഗ്രീൻ ആണ് കളർ വരുന്നത്. സിന്തറ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 4800 റുപ്പീസാണ്. പക്ഷേ ഞാൻ ഇത് റിഡക്ഷനാണ് വാങ്ങിയത്. ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ നമ്മൾ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയുള്ള സാൻഡൽസ് ആണ്. നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈസിൻ്റെ വിങ്സ് ആണ് ഇതിൻ്റെ സ്റ്റൈൽ വരുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് എല്ലാ കളറും കാണാം. ഒരു റെയിൻബോ കളറാണ് ഇതിനകത്ത് വരുന്നത്, നല്ല ഷൈനിങ് ആയിട്ടുള്ളത്. പിന്നെ രണ്ട് കാലിൻ്റെയും ഇത് നോക്കുവാണെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ വിങ്സ് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് മൊഡാക്സിൻ്റെ തന്നെയാണ്. എനിക്കിതും ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു സൈഡ് വിങ്സ് ആണെങ്കിൽ ഒരു സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു രണ്ട് കാലം അടുപ്പിച്ച് വെക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് തന്നെ കിട്ടും. നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബക്കിൾ വരുന്നുണ്ട്, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു നെറ്റിൻ്റെ മേലാണ് ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സിൻ്റെ ഡിസൈൻ വരുന്നത്. ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൊരു സാൻഡൽസ് തന്നെയാണ്. അത്യാവശ്യം ഹീൽസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഹീൽസ് ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീൽസ് തന്നെയാണ് വരുന്നത്. ഇതും നല്ലൊരു സാൻഡൽസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് വൺ ഞാൻ മാക്സിന്ന് വാങ്ങിയൊരു സാൻഡലാണ്. ഇതും ബ്ലോക്ക് ഹീൽസ് ആണ് വരുന്നത്. പ്യോർലി ഈ ഒരു ബ്രൗൺ കളറാണ്, അതിനകത്തൊരു ബ്ലാക്ക് ബോർഡർ വരും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ കാലിനും ഈ ഒരു സാൻഡൽസ് മാച്ച് ആവണമെന്നില്ല. ഇടാനും നടക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്, നല്ല സോഫ്റ്റാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഇനി ഫ്രണ്ടിലേക്ക് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിക്കാലൊക്കെ ആകുമ്പോൾ അത്രയും സ്പേസ് ചുമ്മാ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളെപ്പോഴും ട്രൈ ചെയ്ത് നമുക്ക് മാച്ച് ഉണ്ടോ നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. ഇതിൻ്റെയും ഞാൻ 37 ആണ് സൈസ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ ഹീൽസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല ഹീൽസ് വരുന്നത്, ഈ ഒരു കളർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും സിന്തറ്റിക് ആണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒരു സാൻഡൽസ് തന്നെയാണ്. പിന്നെ എൻ്റെ ഡിസൈൻ ആണെങ്കിലും സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ എനിക്കിഷ്ടമായി. രണ്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട്. അതിൻ്റെ താഴത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട്. നമുക്കങ്ങനെ നടക്കുന്ന സമയത്തൊന്നും അങ്ങനെ തെന്നിപ്പോകത്തൊന്നുമില്ല. ഹീൽസിനാണെങ്കിലും അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ഹീൽസാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1299 റുപ്പീസാണ്. കളറ് പറയുകയാണെങ്കിൽ ടാൻ ആണ് ഇവിടെ കളർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാൻഡൽസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ടോ ഫ്ലാറ്റ് ആണ് വരുന്നത്. അപ്പം അഡിവർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. എന്താ പറയുക, ഭയങ്കര സുഖമാണ്. കാരണം ഒട്ടും ഹീൽസ് ഇല്ലാത്ത ടൈപ്പ് ഒരു സാൻഡൽസ് ആണ്. അപ്പം നമുക്കങ്ങനെ എന്താ പറയുക, റെയിനി സീസണിലൊന്നും വെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ തീരെ ഫ്ലാറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെളിയൊക്കെ പെട്ടെന്ന് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ചേ ഉള്ളൂ ഹീൽസ്. ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു 400 റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഗ്രിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വൺ ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാൻഡലാണ്. ഇത് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയുള്ള സാൻഡൽസ് ആണ്. അപ്പം ട്വിൻ ടോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സാൻഡൽസ് വരുന്നത്. ബീച്ച് കളർ ഓപ്പൺ ടോ ഫ്ലാറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സും കൂടി അവൈലബിൾ ആണ്. അതായത് ഗ്രേ കളറിലും ആൻഡ് ബീച്ച് കളറിലും ആണ് ഈ ഒരു സാൻഡൽസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പർ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് പേറ്റൻ്റ് ആണ് വരുന്നത്. താഴത്തെ സോൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ PVC ആണ് വരുന്നത്. അത്യാവശ്യം മോശമില്ല. ഗ്രിപ്പൊക്കെ നോക്കുവാണെങ്കിലും സ്റ്റൈലൊക്കെ നോക്കുവാണെങ്കിലും കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡൽസ് ആണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ നോക്കുവാണെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു ഷൈനിങ് പോലത്തെ ഒരു ടെക്സ്ചറാണ് വരുന്നത്. ഒരു ആനിമൽ സ്കിൻ ടൈപ്പ് പോലത്തെ ഒരു തിളക്കമുള്ള ടൈപ്പ് ഒരു ടെക്സ്ചറാണ് വരുന്നത്. പിന്നെ മേലെ ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ് വരുന്നത്. മെറ്റീരിയലൊക്കെ നോക്കുവാണെങ്കിലും ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1995 ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് എന്ന് പറയുമ്പം എല്ലാവരുടെ കാലിനും അത് ചേരണമെന്നില്ല. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്